സ്ത്രീകൾ വീട്ടിലെ ജോലിയും ചെയ്യുന്നു, സ്ത്രീകൾ പുറത്തേക്ക്. ഇതാണ് ഇരട്ടഭാരം എന്ന് മാർക്സിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്ന സമ്പ്രദായം. വീട്ടിലെ ജോലി ചെയ്താൽ പോരാ, പുറത്തത് ചെയ്താൽ പോരാ. പുരുഷനോ പുറത്തെ ജോലി ചെയ്ത് കാലപകാരം കൊണ്ടിരിക്കും. ഇരട്ടഭാരം. അപ്പൊ ഈ സമുദായത്തിൽ നിന്ന് സ്ത്രീകൾക്ക് എങ്ങനെ വിമോചിക്കണം? ഏംഗൽസ് പറയുന്നു, ഇങ്ങനെ ഒരു വിമോചനം സാധ്യമാകണം. ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ അവസ്ഥ എന്ന് പറയുന്നതിന് അതിന് അടിസ്ഥാനമാണ്. കാരണം സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രത്യേകത കുട്ടികളെ നോക്കലും ആളുകൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടയും ഉത്തരവാദിത്വം ആരുടേതായി മാറും? സമൂഹത്തിന്. ഇപ്പൊ സമൂഹത്തിൻ്റെതായി മാറുമ്പോ അതിനുള്ള സംവിധാനങ്ങൾ ആ സാമൂഹ്യ വ്യവസ്ഥകൾ രൂപപ്പെട്ടു. അങ്ങനെ രൂപപ്പെട്ടു വരുന്നതോടുകൂടി ഈ വീട്ടിൽ തളക്കപ്പെടുക എന്ന് പറയുന്ന ഒരു അടിസ്ഥാനത്തിന് എന്തുണ്ടാകും? ശൈത്യം. അപ്പൊ സ്ത്രീയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന രീതി കടന്നു വരുന്നത് ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ വ്യവസ്ഥ അതിന് അത്യാവശ്യമാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഇതിനകത്ത്. എന്നാൽ അതുകൊണ്ട് മാത്രം ഉണ്ടാകുമെന്നല്ല, മറിച്ച് എന്നാലും നമ്മുടെ ആചാരങ്ങളിൽ, സമ്പ്രദായങ്ങളിൽ, സംവിധാനങ്ങളിൽ എല്ലാം പുരുഷ മേധാവിത്വപരമായ രീതികൾ ഉണ്ടാകും. അതിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകൾ, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇത് പറഞ്ഞ ഏംഗൽസ് ഭാവി കുടുംബ രൂപം എന്തായിരിക്കും എന്ന പ്രശ്നം വിശദീകരിക്കും. ഇന്ന് നമ്മൾ കുടുംബം രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഇന്നത്തെ കാലത്ത് കുടുംബം ഉണ്ടാവണമെങ്കിൽ കല്യാണം കഴിക്കണം. വേണ്ടേ? കല്യാണം കഴിക്കാൻ നമ്മളെ ഒരു സാധാരണ നിലയിൽ ഒരു കല്യാണം കഴിക്കുമ്പോൾ അതിന്റെ മാനദണ്ഡം എന്താ? പോലെ ഒരു കല്യാണം നമ്മൾ ആലോചിച്ച് പോകുമ്പോ ആദ്യം എന്താ അന്വേഷിക്കുക? ജോലി. പിന്നെ പണമുണ്ടോ നോക്കും. പിന്നെ സത്യ ജോലിയും പണമുള്ള ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കും. പിന്നെ എന്ത് നോക്കും? വിദ്യാഭ്യാസം. ജോലിയും പണവും വിദ്യാഭ്യാസവും മാത്രമാണ്. ജാതിയും മതവും നോക്കൂല. ജാതിയും മതവും അതിനകത്തുള്ള സബ് ഡിവിഷൻസ്, അതിനപ്പുറത്തെ ഡിവിഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിവിഷൻസ് ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക. ഇതല്ലേ വസ്തുത? അല്ലെ? ഇതല്ലേ വസ്തുത? അതായത് നമ്മുടെ കുടുംബ ബന്ധം എന്ന് പറയുന്നത് ജാതി മതത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് ബൂർഷ്വാ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം, ജാതിയുടെയും മറ്റും ഘടന എന്ന് പറയുന്നത് പഴയ ഫ്യൂഡൽ ഘടനയുടെ അടിസ്ഥാനം. അത് രണ്ടിനെയും രൂപപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിവാഹബന്ധം, കുടുംബം ഉറപ്പിക്കുക. ഇതിനകത്ത് എന്തിനു വലിയ പ്രാധാന്യം ഉണ്ടാവില്ല. ഇതെന്തിനു വേണ്ടി? കുടുംബ ഭദ്രത എന്നുള്ളതൊന്നും സമകാലീന അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനകത്ത് എന്തിനു വലിയ പ്രാധാന്യമില്ല. ഈ ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും പരസ്പരമുള്ള വൈകാരികമായ അടുപ്പത്തിനും അവരുടെ കാഴ്ചപ്പാടുകളുടെ സമാനതയെയും അതിനെയും ഒന്നും എന്ത് ചെയ്യില്ല, പ്രാർത്ഥനയാണ്. അത് പിന്നണിയിലാണ്. ഏകത്ത് പറയുന്നു ഭാവിയിലെ കുടുംബം എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്ന വാക്ക് ഇങ്ങനെയാണ്: ഭാവിയിലെ കുടുംബം എന്ന് പറയുന്നത് ഒരു പുതിയ തലമുറ വരും. പണത്തെയും അതുപോലുള്ള മറ്റ് രീതികളെയും ഒന്നും പ്രധാനമായി കൽപ്പിക്കാതെ പരസ്പരമുള്ള ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വൈവാഹിക ബന്ധങ്ങളിൽ അല്ലെങ്കിൽ ഒന്നിച്ച് ചേരുന്ന ഈ പുരുഷന്മാരുടെ സമൂഹങ്ങൾ, അവിടെ കുടുംബം എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ഉത്സവമായി മാറുന്ന ഒരു കാലം ഭാവിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതായത് ഏക പത്നി അല്ലെങ്കിൽ ഏക ഭർത്തൃത്വം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്ര കാലഘട്ടത്തിലെ ഒരു വലിയ കുതിച്ചാണ്, ഗുണപരമായ കുതിച്ചാണ്. പക്ഷെ ആ ഗുണപരമായ കുതിർത്തിയാട്ടത്തിന് ഇന്നുണ്ടാകുന്ന പരിമിതി എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ വൈയക്തികമായ അടുപ്പത്തിന്റെയും വൈകാരികമായ അടുപ്പത്തിന്റെയും പശ്ചാത്തലത്തിലല്ല രൂപപ്പെടുന്നതാണ്. അത് മറ്റു പല ഘടകങ്ങളും അടിസ്ഥാനമായി ഇതിന് വൈകാരികമായ ബന്ധത്തിന്റെയും ആകർഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ
കുടുംബം എന്ന് പറയുന്നത് രൂപപ്പെട്ടു വരുന്ന കാലം വരും. മറ്റുള്ള കാര്യങ്ങളൊക്കെ സമൂഹത്തിന് ഉത്തരവാദിത്വമായി വരുന്ന കാലം വരും. ആ കാലത്ത് സ്ത്രീ പുരുഷ ബന്ധം